അമേരിക്കയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ ഡൊണാൾഡ് ട്രംപ് ഒരു ഗുരുതര ആരോപണം ജോ ബൈഡൻ ഭരണകൂടത്തിനെതിരെ നടത്തുകയുണ്ടായി. അമേരിക്കൻ ആയുധപ്പുരകൾ കാലിയാണെന്നായിരുന്നു അത്. കേവലമൊരു ആരോപണം മാത്രമായിരുന്നില്ല ആ പരാമർശം. അമേരിക്കൻ നയനിലപാടുകൾ ഭാവിയിൽ ചോദ്യം ചെയ്യപ്പെടാനും ദുർബലപ്പെടുത്താനും പോകുന്ന ഗുരുതരമായ സ്വഭാവം അതിനുണ്ട്. ട്രംപിൻ്റെ ഈ ആരോപണത്തിൽ അതിനെ സ്ഥിരീകരിക്കുന്ന ചില ഉദാഹരണങ്ങളുണ്ട്. അതിലൊന്ന്, ഉക്രൈന് വ്യാപകമായി വലിയ അളവിലാണ് അമേരിക്ക ആയുധങ്ങൾ നൽകി വരുന്നത് എന്നതാണ്. ഇസ്രയേലിനും മറ്റ് അമേരിക്കൻ ആശ്രിത രാജ്യങ്ങൾക്കും സൈനിക ഭീഷണി നേരിടുന്ന രാജ്യങ്ങളിലേക്കുമെല്ലാം അമേരിക്ക കയറ്റുമതി ചെയ്യുന്നതും ഇതേ രീതിയിൽ വലിയ ആയുധങ്ങളാണ്. ഇങ്ങനെ ആയുധങ്ങൾ അയക്കുമ്പോൾ സ്വാഭാവികമായും അമേരിക്കയുടെ ആയുധപ്പുര സംബന്ധിച്ച ആശങ്കകൾക്ക് അതീവ പ്രാധാന്യമുണ്ട്. അത് പറഞ്ഞത് കേവലം ഏതെങ്കിലും വ്യക്തികളോ മാധ്യമപ്രവർത്തകരോ മാധ്യമങ്ങളോ മാത്രമല്ല എന്നതും ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതാണ്. പറഞ്ഞത് സാക്ഷാൽ ട്രംപാണ്. ട്രംപ് പറഞ്ഞതായി റോയിട്ടേഴ്സാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ രാഷ്ട്രീയ മാനം വളരെയധികം വർദ്ധിക്കുന്നതും. ഇനി ഇത്തരമൊരു അവസ്ഥ നേരിടുന്ന സാഹചര്യത്തിൽ അമേരിക്ക ചെയ്യുന്ന രാഷ്ട്രീയ കളിയാണ് തങ്ങളുടെ മുഖ്യ ശത്രു രാജ്യങ്ങളിൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുക എന്നത്. അതിനാണ് റഷ്യയിൽ ഉക്രൈൻ സൈന്യത്തെ കയറ്റി കൂടുതൽ അസ്വസ്ഥതകൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നത്. റഷ്യയെ മറ്റൊരു രാജ്യത്തിൻ്റെ വിഷയത്തിലും ഇടപെടാൻ അനുവദിക്കാതെ റഷ്യയിൽ തന്നെ തളച്ചിടുക എന്ന തന്ത്രമാണ് അമേരിക്ക ഇവിടെ പയറ്റിയത്. ഇറാൻ്റെ പിറകിൽ ആയുധശക്തിയായി റഷ്യ നിലയുറപ്പിക്കുകയും ഇറാൻ ഇസ്രയേലിനെ അടിക്കുകയും ചെയ്താൽ റഷ്യ സഹായത്തിന് എത്തുമെന്ന അഭ്യൂഹം പരസ്യമാണ്. ഈ അവസ്ഥയിൽ നിന്നും റഷ്യ പിന്മാറണമെങ്കിൽ റഷ്യയെ സ്വന്തം രാജ്യത്തെ പ്രശ്നങ്ങളിലേക്ക് കൂടുതൽ പിടിച്ചു കെട്ടി ഇടണം. ഇതാണ് അമേരിക്ക തന്ത്രമായിട്ട് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് റഷ്യയുടെ സൈനിക താവളമുള്ള റഷ്യയുടെ സുഹൃത്ത് രാജ്യമായ സിറിയയിലും ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സിറിയയിലും സിറിയൻ തലസ്ഥാനമായ അലപ്പോയിലുമെല്ലാം വലിയ ആക്രമണങ്ങളാണ് അമേരിക്കൻ സഖ്യസേന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആക്രമണം സിറിയക്കെതിരെ ആണെങ്കിലും ലക്ഷ്യം റഷ്യയാണെന്നത് വ്യക്തമാണ്. എന്നാൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ സാഹചര്യത്തിൽ ഇസ്രയേലും അമേരിക്കയും ഇറാനോടോ മറ്റു രാജ്യങ്ങളോടോ യുദ്ധം ചെയ്യുവാനുള്ള ആയുധ സൈനിക മാനസിക അവസ്ഥയിൽ അല്ല എന്നത് തന്നെയാണ് പറയപ്പെടുന്നത്. കാരണം ട്രംപ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ഒരു കാരണമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നതും. മറ്റ് രാജ്യങ്ങൾക്കുള്ളിൽ ആഭ്യന്തരവും അന്താരാഷ്ട്രപരവുമായ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് തങ്ങളുടെ ഇംഗിതങ്ങൾ നടപ്പിലാക്കുക എന്ന അമേരിക്കൻ കുതന്ത്രം അമേരിക്കക്ക് തന്നെ തിരിച്ചടിയാവാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളും ഇതോടൊപ്പം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഏറ്റവും സുരക്ഷിതമെന്ന് അമേരിക്ക കരുതി പോരുന്ന അമേരിക്കൻ ഐക്യനാടുകളിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുവാനുള്ള ശ്രമം റഷ്യയും ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ അമേരിക്കയിലും ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമായി ഉയർന്നു വന്നേക്കും എന്നാണ് രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉയർന്നു വരുവാനുള്ള സാധ്യതയും അന്താരാഷ്ട്ര വിദഗ്ധർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ അവസരത്തിൽ തന്നെയാണ് ഇസ്രയേലിന് നേരെ ഹിസ്ബുള്ള നിരന്തരം റോക്കറ്റ് മിസൈൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതും ഇതോടൊപ്പം കൂട്ടി വായിക്കണം. ഇത് തടയാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇസ്രയേലും അമേരിക്കയും ഇപ്പോഴുള്ളത്. ഇതേ സമയം തന്നെയാണ് റഷ്യ ഉക്രൈൻ സംഘർഷം കൂടുതൽ അസ്വസ്ഥമായി കൊണ്ടിരിക്കുന്നതും. ഒരു ഭാഗത്ത് റഷ്യയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലൂടെ ഉക്രൈൻ സൈന്യം ഇവിടെ റഷ്യക്കകത്തേക്ക് കടന്നു കയറുകയും റഷ്യയുടെ ഭൂമി വളരെ വലിയ അളവിൽ പിടിച്ചെടുക്കുകയും ചെയ്ത സാഹചര്യമുണ്ടായി. അതേസമയം തന്നെ ഇതിന് പ്രത്യാക്രമണം എന്നോളം വടക്കൻ ഉക്രൈൻ മേഖലകളിലേക്ക് റഷ്യൻ പട്ടാളവും റഷ്യൻ വ്യോമ ആക്രമണവും കൂടുതൽ ശക്തിപ്പെടുത്തുകയും ആക്രമണത്തിൻ്റെ തോത് വർദ്ധിക്കുകയും വലിയ ഇഞ്ചുറികൾ നടക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഉക്രൈൻ്റെ പവർ സ്റ്റേഷനുകൾ ഉൾപ്പെടെ ഉക്രൈൻ്റെ സൈനിക താവളങ്ങൾ ഉൾപ്പെടെ വളരെ വലിയ രീതിയിൽ വ്യാപകമായി ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം റഷ്യ സൃഷ്ടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഘർഷം വളരെ രൂക്ഷമായിട്ട് ഇനിയും ഉയർന്നു വന്നു കഴിഞ്ഞാൽ അത് ഉക്രൈൻ്റെ നിലനിൽപ്പിനെ സാരമായി ബാധിക്കുന്ന ഒന്നാണ് എന്ന് അമേരിക്കയ്ക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ റഷ്യയെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് തളച്ചിട്ടുകൊണ്ട് മറ്റു രാജ്യങ്ങളിൽ റഷ്യ കയറി ഇടപെടുന്നത് ഒഴിവാക്കുക എന്ന കുതന്ത്രമാണ് ഇവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇരു രാജ്യങ്ങളും ഇതേ പോളിസി സ്വീകരിക്കുക വന്നാൽ റഷ്യയിലും അമേരിക്കയിലും ഇവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകുന്ന രാഷ്ട്രങ്ങളിലും വരും ദിവസങ്ങളിൽ കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അതൊരു പക്ഷേ രാഷ്ട്രീയ കുഴപ്പങ്ങളാകാം, അതൊരു പക്ഷേ ഇതേപോലെയുള്ള കായിക പ്രശ്നങ്ങളുമായിരിക്കാം. Waytonikah.com, the exclusive Muslim matrimonial site.